മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്, നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നോക്കാം. കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്. ഇനി നിങ്ങളുടെ എനർജി ഒന്ന് നോക്കാം. സെവൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. സിക്സ് ഓഫ് ഷോർട്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്ന് പറയുമ്പോൾ കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി, നമുക്കിതിൽ മനസ്സിലാവുന്നത് കിങ് ഓഫ് ഷോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു വഴക്ക് നടന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആൾ നല്ല ദേഷ്യത്തിലാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളാണെങ്കിൽ വലിയൊരു നഷ്ടബോധം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു നഷ്ടം നിങ്ങൾക്ക് താങ്ങാനാകുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് താങ്ങാനാകാത്ത വിധത്തിലാണ് നിങ്ങളുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഒരു നിരാശയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്തോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ, കുറച്ച് വിഭാഗം ആൾക്കാർക്ക് നിങ്ങൾക്കിടയിൽ ഫിനാൻസ് സംബന്ധമായ കാര്യം എന്തോ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു നിരാശയിലും നിങ്ങളുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങളുടെ വ്യക്തി പിണങ്ങിപ്പോയതുപോലെ രണ്ടുപേരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ആ ഒരു നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മാറി നിൽക്കുന്നതായിട്ട്, ഒരു പിണങ്ങി ഭയങ്കര ഈഗോ പിടിച്ചൊരു ദേഷ്യത്തിലാണുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. അത് കുറച്ച് പേർക്ക് മാത്രമാണ് കാണുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യത്തിലാണ്, ആൾ ഇങ്ങനെ ഈഗോ പിടിച്ചിരിക്കുന്നതായിട്ടും, നിങ്ങളിലേക്ക് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കുന്നുണ്ടാകില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർ എന്തോ ഒരു ഭയങ്കര ദേഷ്യമാണ് നിങ്ങളടുത്ത് ഇപ്പോൾ. അതാണ് കാണുന്നത് കേട്ടോ. ഫീലിങ്സ് നോക്കുന്ന സമയത്തും നിങ്ങളിലേക്ക് എന്തോ അവർക്കൊരു ഒരു സ്റ്റക്കാണ്. ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നാൽ ശരിയാവില്ല എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയാണ് അവർ. കാരണം അവർക്ക് എന്തോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തോ അവരൊരു സ്റ്റക്കായിട്ടാണ്. എന്നാൽ നിങ്ങളിലേക്ക് വരണം അവർക്ക്, പക്ഷെ എന്തോ ഒരു പിന്നീടാകാം എന്നുള്ള ഒരു രീതിയിലേക്കാണ് അവർ നിൽക്കുന്നത്. പക്ഷെ അവർ വരും എന്ന് തന്നെയാണ്. അതേപോലെ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സിക്സ് ഓഫ് ഷോർട്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് റിവേഴ്സാണ്. റിവേഴ്സ് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്കിപ്പോൾ ഒരു ആക്ഷനും എടുക്കാൻ സാധിക്കുന്നില്ല. ഒരു തീരുമാനത്തിലും ആളിപ്പോൾ ഉറച്ചു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല. ആൾക്കൊരു മുന്നോട്ട് നീങ്ങാനാവുന്നില്ല കേട്ടോ. ആൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്, അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു തോണി ഇങ്ങനെ മുന്നോട്ട് പോകുന്നില്ല കേട്ടോ. ആ തുഴഞ്ഞു പോകുന്ന ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. ആൾക്ക് ഒരു തീരുമാനം, എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എങ്ങനെയാണ് ഇനി മുന്നോട്ട്, ഒന്നും അറിയാൻ പാടില്ലാതെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇനിയിപ്പോൾ ആ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് തന്നെ നമുക്ക് കാണാം. ആ ഒരു ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. എങ്കിലും ആൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആളുടെ ചിന്താഗതി. നമുക്ക് കണ്ടില്ലേ, ആ ഒരു സിക്സ് ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ്, അത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ആളൊരു സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. ഇനി എന്താണെന്നുള്ളത് ഓരോന്ന് നമുക്ക് എടുത്തു നോക്കാം കേട്ടോ. നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ എന്താ കാണുന്നതെന്നുള്ളത് നോക്കാം നമുക്ക്.
ഇവിടെ 9 ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു ഉറക്കം പോലും ഇല്ലാത്തൊരു മാനസികാവസ്ഥയിലാണുള്ള ആൾ. ഭയങ്കരമായിട്ട് സ്റ്റക്ക് തന്നെയാണ് കാണുന്നത്. എന്നാൽ ആളുടെ എന്തൊക്കെയോ ഒരു സ്വപ്നങ്ങളാണ്, ആൾക്ക് എന്തൊക്കെയോ ഒരു സ്വപ്നങ്ങളുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഫിനാൻഷ്യലി കുറച്ചൊക്കെ ഒരു ഇവിടെ കാണുന്നത് കുറച്ച് പേർക്ക് മാത്രം 9 ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഫിനാൻഷ്യലി കുറച്ച് മുന്നോട്ട് ഗ്രോത്ത് ഉള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ കാര്യത്തിലൊക്കെ കുറച്ചിങ്ങനെ ഒരു ഫ്രീഡം ഉള്ള വ്യക്തിയായിരിക്കാം. ആ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഓവറായിട്ട് ചിലവാക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം. ഫിനാൻഷ്യലി കുറച്ചൊക്കെ ഇങ്ങനെ ഫ്രീഡത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. ഫ്രീഡം വേണമായിരിക്കാം അവർക്ക്. ഫിനാൻഷ്യലിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഫ്രീഡം ആഗ്രഹിക്കുന്നവരായിരിക്കാം. ചിലവ് കൂടുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പൈസ ഒക്കെ ഇങ്ങനെ ഒരുപാട് ചിലവാക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ എന്തൊക്കെയോ കാര്യം കൊണ്ടാണ് ആളിപ്പോൾ ഒരു നിരാശയിലാണുള്ളത്. ആൾക്കൊരു മനസ്സമാധാനം നഷ്ടപ്പെട്ടൊരവസ്ഥ, ആൾക്ക് ഭയങ്കര നിരാശയിൽ, ഉറക്കമില്ലായ്മ, അതുപോലെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ അത് നാളത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അതുപോലെ എന്തൊക്കെയോ കാരണത്താൽ ആൾക്കൊരു ആക്ഷൻ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോഴും ആളുടെ മനസ്സിലെന്താണ്, മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ആൾ വിചാരിക്കുന്നുണ്ട് ഇത് ഓക്കെ ആയിട്ട് വരുമെന്ന്. എന്നാൽ നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ആൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പിണങ്ങി മാറി നിന്നിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി തന്നെ വിളിക്കുക എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലണ്ട, ആൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിടയിൽ എന്ത് ഫിനാൻസ് സംബന്ധമായ കാര്യമാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലാണ് ആളിപ്പോൾ. ഇതെല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല ഈ റീഡിങ്, അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ആൾക്ക് അതിലൊരു ഗ്രോത്ത് ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലാണ്. എന്നാലും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി ഒന്നുകൂടി എടുത്തു നോക്കാം, എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ എനർജിയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ എനർജി എടുക്കുന്ന സമയത്തും നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എടുക്കുന്ന സമയത്തും അതേ 9 ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഫൂളാണ് വന്നിരിക്കുന്നത്. ഡെത്ത് സിറ്റുവേഷനാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ബാലൻസ് ഫിനാൻഷ്യലി ഇവിടെ നിങ്ങളുടെ എനർജി എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഇവിടെ ഫിനാൻഷ്യലി നിങ്ങൾ നല്ല ഉയർച്ചയിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ സന്തോഷിച്ച ആൾക്കാരായിരിക്കാം. രണ്ടുപേരും ഒരുപാട് പൈസയ്ക്ക് ഇങ്ങനെ ഒരുപാട് വാരും കോരും ചിലവാക്കിയവരായിരിക്കാം നിങ്ങൾ. ഇപ്പോൾ എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് നിങ്ങളിപ്പോൾ ഒരുപാട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു അവസ്ഥ. എന്തൊക്കെയോ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലൊക്കെ എന്തൊക്കെയോ ഒരു നഷ്ടം വരുത്തി വെച്ചതുപോലെ, അല്ലെങ്കിൽ ആ ഒരു തകർച്ചയിലായതുപോലെ ആദ്യത്തെ ഒരു നിലയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ല, എത്തിച്ചേരാൻ പറ്റുന്നില്ല. നിങ്ങളിൽ എന്തൊക്കെയോ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ അത് ബാധിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങൾ അത്രയും സന്തോഷിച്ചവരാണ് രണ്ടുപേരും ഒരുപാട്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരുപാട് മതിമറന്ന് ഒരു ഫ്രീഡത്തിൽ ജീവിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം ഫ്രീഡം ഉള്ളവരായിരിക്കാം. നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കാം, നിങ്ങളുടെ വ്യക്തിയും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെയാണ് രണ്ടുപേരും. ചില സാഹചര്യത്തിൽ പറയാൻ നിങ്ങൾക്ക് ഫിനാൻസിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവാത്ത രീതിയിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയിരുന്നവരായിരിക്കാം. പിന്നീട് അങ്ങോട്ട് എന്തൊക്കെയോ ഒരു സാഹചര്യത്താൽ ഇപ്പോൾ നിങ്ങൾക്കതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് നഷ്ടം സംഭവിച്ച പോലെ ഇപ്പോൾ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പോകുന്ന കാര്യത്തിലൊക്കെ, ക്യാഷ് പോകുന്ന കാര്യത്തിലൊക്കെ ഭയങ്കരം ഇതാകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആദ്യത്തെ പോലെ ചിലവാക്കുന്നതെല്ലാം നിങ്ങളിപ്പോൾ കുറച്ചായിരിക്കാം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ തന്നെ ആദ്യം പൈസ ഉണ്ടാകുന്ന സമയത്ത് ഈ വ്യക്തിയും നിങ്ങളും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് എന്താ പറയുക മുന്നോട്ട് പോയിരുന്നു നല്ല രീതിയിൽ. ഈ ബന്ധം നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിലോ പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ ബന്ധത്തിന് അത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ
ഈ പൈസയുടെ കാര്യം കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ അത് ബാധിക്കാൻ തുടങ്ങി. പൈസ തീരുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധവും അതുപോലെ തന്നെ തീരാൻ പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു നഷ്ടം സംഭവിക്കുന്ന പോലെ ഒരു ഫീല്. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിരാശയിലാണ്. അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ക്യാഷ് ലൈഫിൽ വേണം, അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിലാണ് ഉള്ളത്, ആ ചിന്താഗതിയിലാണ് ഉള്ളത് കേട്ടോ. ഫീലിങ്സ് നോക്കുന്ന സമയത്ത് നമുക്കൊന്ന് എടുത്തു നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ആ ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആൾക്ക് നിങ്ങളിലേക്ക് വരണം, പക്ഷെ ഇപ്പോൾ എന്തോ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് കേട്ടോ. നമുക്ക് നോക്കാം. ആൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, ആൾക്ക് നിങ്ങളെ വിട്ടുകളയാൻ ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ആളെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ്, അതിൻ്റെ ഒരു മാറ്റത്തിലൂടെയാണ് ഇയാൾ കടന്നു പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു മാറ്റം വേണം എന്നുള്ള രീതിയിലാണ് ആൾ കടന്നു പോകുന്നത്. എന്തോ ഒരു ആൾ ശരിക്കും നിങ്ങൾക്കിടയിലൊരു എന്തോ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒരു ബ്ലാക്ക് മാജിക്കല, ഈ ഒരു ബന്ധത്തിന് ആരൊക്കെയോ എന്തൊക്കെയോ ഒരു കൂടോത്രം ബ്ലാക്ക് മാജിക്കൽ അതൊക്കെ ചെയ്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒന്നിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നിങ്ങളെ എന്തൊക്കെയോ ചെയ്ത് വെച്ചതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷെ നിങ്ങളിലേക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല ആൾക്ക്. അതാണ് കാണുന്നത്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ട്, പക്ഷേ നിങ്ങളെ നിൽക്കാൻ സാധിക്കുന്നില്ല ആൾക്ക്. വേറെയും പല പല ചിന്തകളും ആ സമയത്ത് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടപെടലും ഉണ്ടാവാം. ഈ വ്യക്തിയടുത്ത് ഒരുപാട് പേര് ചില സാഹചര്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം, എന്തൊക്കെയോ പറഞ്ഞ് അവരെ മനസ്സ് മാറ്റുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ ആൾക്ക് നിങ്ങളിലേക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയോ ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് വന്നതായിട്ടാണ് കാണുന്നത് ഫീലിങ്സ് നോക്കുക. അതുകൊണ്ട് തന്നെ ആൾക്ക് എന്തൊരു ഭാരം മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് ആൾ ഒരു തീരുമാനത്തിലാണ് ഉള്ളത്, ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ചിന്തയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് നോക്കിയപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 6 ഓഫ് ഷോർട്സിൻ്റെ എനർജി അതും റിവേഴ്സാണ് വന്നിരിക്കുന്നത്. മുന്നോട്ട് പോകുന്നില്ല, അവിടെ സ്റ്റക്കായി കിടക്കുക അവർ. അതെന്താണെന്നുള്ളത് നോക്കാം. ഹൈ പ്രഷ്യസ് എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ ഇൻറ്റ്യൂഷൻ, എന്തൊക്കെയോ മനസ്സിനകത്തുണ്ട്, ഒരു ദേഷ്യമുണ്ട് അവർക്ക്. നമുക്ക് കാണാം ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഭയങ്കര ദേഷ്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിൽ അവർക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യം. ചില സാഹചര്യത്തിൽ നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാം. അവർക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്. നിങ്ങളുടെ അടുത്ത് എന്തോ ഒന്ന് തുറന്ന് പറയുന്നില്ല അവർ. അത് ഉള്ളിൽ വെച്ചിരിക്കുക, അവരുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ ബന്ധം അവർ മുന്നോട്ട് കൊണ്ടുപോകാത്തത്. അതുകൊണ്ടാണ് എന്നോട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ. അവരെന്തോ ഒരു സാഹചര്യത്തിൽ അവരിപ്പോൾ എല്ലാം മറന്ന് ഞാൻ പറഞ്ഞില്ലേ, വേറെ തന്നെ ഒരു മാറ്റത്തിലൂടെ അവർ കടന്നു പോവുക. പക്ഷെ എന്നാലും നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്ന സമയത്ത് അവർക്കുണ്ട്, ഫീലിങ്സ് ഉണ്ട്. അവർ നിങ്ങളിലേക്ക് വരണം, കോണ്ടാക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും അവർക്ക് എന്തൊക്കെയോ സാഹചര്യത്തിൽ അവർക്ക് പറ്റുന്നില്ല. അവർക്കൊരു തടസ്സമാണ്, എല്ലാത്തിനും ഒരു തടസ്സം നേരിടുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോഴും തടസ്സങ്ങളാണ് കാണുന്നത് കേട്ടോ, നല്ല രീതിയിൽ തടസ്സമുണ്ട്. അതാണ് നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ടവറാണ് വന്നിരിക്കുന്നത്. എന്തോ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ഇതിനെ എങ്ങനെ മറികടക്കാം. ചില സാഹചര്യത്തിൽ ടവർ വന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയായിരിക്കാം നിങ്ങൾ പോകുന്നത്. രണ്ടും രണ്ടിടത്തായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം അകന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വാശി കാണിക്കുന്നുണ്ടാവാം. ഭയങ്കര ദേഷ്യം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കും അത് ബാധിക്കുന്നുണ്ടാവാം നല്ല രീതിയിൽ. അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഭയങ്കര. ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു 25-30 വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു വ്യക്തിയുടെ എനർജി ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു വാശി കൂടുതലാണ്, കടുംപിടുത്ത സ്വഭാവം ഈ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏത് കാര്യത്തിന് അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വഴങ്ങി തരാത്തൊരു വ്യക്തിയുടെ എനർജി ആയിട്ട് കാണുന്നുണ്ട്. എല്ലാം അവരുടെ ഇഷ്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ എല്ലാം എന്ത് കാര്യവും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടായെന്ന് വരാം, പക്ഷെ അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ വഴക്കിടുന്നുണ്ടാവാം. രണ്ടുപേർക്കും ഒരു കീരിയും പാമ്പും പോലെ ആയിരിക്കാം. നിങ്ങൾ ഒന്നിനും വിട്ടുകൊടുക്കാത്തവരായിരിക്കാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിൻ്റെ പേരിൽ ഇപ്പോൾ മാറി നിൽക്കേണ്ട ഒരു സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. ആൾ ഭയങ്കര വാശിയിലാണിപ്പോൾ.
ആദ്യമൊക്കെ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു ഫിനാൻസ് സംബന്ധമായ കാര്യം തന്നെയാണ് കടന്നു വരുന്നത് കേട്ടോ. അതുമൂലം ഉണ്ടായ ഒരു മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയതായിട്ടും നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങൾക്കിടയിൽ. പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരും. എന്തായാലും അവർ എത്രയൊക്കെ മാറി എന്ന് പറഞ്ഞാലും ചില സാഹചര്യത്തിൽ ഈ വ്യക്തി അങ്ങനെ അധികമൊന്നും നിങ്ങളടുത്ത് സ്നേഹം കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ ആളുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പക്ഷേ എങ്ങനെയായാലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങോട്ടേക്ക് ഈ വ്യക്തിയെ ഇപ്പോൾ പിണങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ പോയാലൊന്നും ഈ വ്യക്തി ക്ഷമിച്ച് തരാത്തൊരു വ്യക്തിയുടെ എനർജിയും നമുക്കിവിടെ കാണുന്നുണ്ട്. പെട്ടെന്നൊന്നും ക്ഷമിക്കാത്തൊരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട്. പക്ഷെ അവരായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അവരായിട്ട് തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്ത് വരും എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട. എന്നാൽ ആ വ്യക്തി നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലും നിങ്ങളുടെ വ്യക്തി ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം, ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. ഇത് കുറച്ച് പേർക്ക് മാത്രമേ കണക്റ്റ് ആവുമെന്നാണ് കാണുന്നത് ഇതിൽ. പത്തനംതിട്ട, ജൂലൈ, ഉത്രം, ലെറ്റർ ജെ ആണ്. വൈറ്റ് ബട്ടർഫ്ലൈസ്, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം, ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം. ഓഗസ്റ്റ്, ചിത്തിര, 11/11 നിങ്ങൾ കാണുന്നുണ്ടാകാം. പാലക്കാട്, കാസർഗോഡ്, കൊല്ലം, ബ്ലൂ ബട്ടർഫ്ലൈസ്, എബ്രോഡ്, എറണാകുളം, ബ്യൂട്ടീഷ്യൻ, ഏപ്രിൽ. ലെറ്റർ ജി ആണ്. ഉത്രട്ടാതി, ലെറ്റർ എ, ലെറ്റർ ക്യൂ, ലെറ്റർ എസ്, ലെറ്റർ എൽ. ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാം, നമുക്ക് ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നം വരാം കേട്ടോ. ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് അതും കാണുന്നുണ്ട്. ഇവിടെ ആ ഒരു എനർജിയും നമുക്കിപ്പോൾ വന്നു ചേരുന്നുണ്ട്. ഒരു മൂന്നാമത് നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തി ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയും നമുക്കിവിടെ വന്നു ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഫീലിങ്സ് നിങ്ങളോട് കുറയുന്നത് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ പ്രശ്നവും ഉണ്ട്. പിന്നെ കൂടാതെ തന്നെ കുറച്ച് പേർക്കൊക്കെ വേറൊരു വ്യക്തി നിങ്ങൾക്കിടയിൽ വന്നു ചേർന്നത് കൊണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലാൾ സ്റ്റക്കാണ്. നിങ്ങൾക്കിടയിൽ നല്ലൊരു വഴക്കും കാര്യങ്ങളൊക്കെ നടന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കുറച്ച് വിഭാഗക്കാർക്ക് മാത്രമായിരിക്കും അങ്ങനെ കേട്ടോ. മൂന്നാമതൊരു വ്യക്തി കാരണം ഇങ്ങനെ ആവാനും അതിൻ്റെ ഒക്കെ ഒരു, അതായത് ഇപ്പോൾ എന്തൊക്കെയോ ഒരു സാഹചര്യത്താൽ ഒരുപാട് നഷ്ടം സംഭവിച്ചതുപോലെ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്